സംഭവ ബഹുലമായ ജീവിതമാണ് അങ്ങ് കടന്നു പോകുന്നത്. എപ്പോഴെങ്കിലും തളർന്നു പോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ടോ? ഒരു ഘട്ടത്തിലും അങ്ങനെ തളർന്നു പോയിട്ടില്ല. കാരണം തളരാൻ വേണ്ടിയുള്ള തളർത്താൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഘട്ടത്തിലൊക്കെ എൻ്റെ വിശ്വാസം പാർട്ടിയിലാണല്ലോ, പാർട്ടിയോടാണല്ലോ എൻ്റെ ഏറ്റവും വലിയ കൂറ്. അപ്പോൾ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഒരു കരുത്തോടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ ഉയരങ്ങളിലേക്ക് എത്തുന്നതിനൊപ്പം ഏകാന്തതയും നമ്മെ വലയം ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങേക്ക് ഏകാന്തത അനുഭവപ്പെടാറുണ്ടോ? അങ്ങനെയില്ല, ഏകാന്തത എന്ന തരത്തിലേക്കില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പോലെ ആളുകളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും കൂടിയിരിക്കാനും സമയം ചെലവഴിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കലാണ് പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ നിയോഗമില്ലേ, ഇന്നത് ചെയ്യുക എന്നൊരു നിയോഗത്തിലേക്ക് വന്നാൽ അത് ചെയ്യണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി പൂർണ്ണമായിട്ട് അർപ്പണബോധത്തോടെ ചെയ്യുക. നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് സമയം കിട്ടുമെങ്കിൽ മാത്രം ആ സമയം ഉപയോഗിക്കുക. ആ നിലയാണ് ഞാൻ സ്വീകരിച്ചു പോകുന്നത്. ഒരു വല്ലാത്ത ഏകാന്തത അങ്ങനെ അനുഭവപ്പെടാറില്ല. പിന്നെ ഏകാന്തമായി പോയി, ഒറ്റക്കായി പോയി എന്നൊരു തോന്നലും എനിക്കൊരു ഘട്ടത്തിലും ഉണ്ടാകാറില്ല. ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാൽ അതിലൊരു വിഷമവും ഉണ്ടാകാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാകാറില്ല. നമ്മുടെ പാട്ടിന്റെ കാര്യം ഓർമ്മയിലുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കാം. അങ്ങയുടെ തിരക്കുകൾ ഞങ്ങൾക്കറിയാം. ഒരു ദിവസത്തേക്ക് അങ്ങേ ആരും തിരിച്ചറിയില്ലെന്നും മുഖ്യമന്ത്രി അല്ലെന്നും കരുതുക. കേരളത്തിലെ ഏത് സ്ഥലത്ത് പോയി സമാധാനമായിരുന്ന് ഒരു ചായ കുടിക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അല്ല, അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എൻ്റെ വീട് തന്നെയാണല്ലോ. അവിടെ പോയിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. അതൊരു മറ്റു തരത്തിൽ ബാധിക്കുന്ന കാര്യമല്ല. ഈ വലിയ തിരക്കുകൾ കഴിഞ്ഞിട്ട് എങ്ങനെ പോയിരിക്കും എന്നുള്ളത് അതൊരു വിഷയമേ അല്ല. അത് നല്ല നിലക്ക് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ആർക്കും അറിയാത്ത ഫലിത പ്രിയനായ ശ്രീ പിണറായി വിജയൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫലിതം പറയുക അല്ലെങ്കിൽ ആസ്വദിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? ഫലിതമായിട്ട് എൻ്റെ അടുത്തൊന്നും അധികം വരാറുണ്ടോ എന്നറിയില്ല. എന്നാൽ ഫലിതം ആസ്വദിക്കാറുണ്ട്. നല്ല നിലക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇരിക്കുമ്പം പല ഫലിതങ്ങളും പറയുമല്ലോ, അതൊക്കെ നല്ല നിലക്ക് ആസ്വദിക്കാറുണ്ട്. ഏത് വിഷമഘട്ടത്തിലും അങ്ങേക്ക് മാറാത്ത ചിട്ടകളുണ്ടോ? അതായത് ശരി തെറ്റ് അങ്ങനെ യെസ് ഓർ നോ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏത് വിഷമഘട്ടത്തിൽ അത് മാറില്ല. അതൊരു ജീവിത രീതി തന്നെയാണ്. അതൊരു എൻ്റെ ഒരു ശൈലിയായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അത് ആ നിലക്ക് തന്നെ തുടരാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം എന്താണ് സാറിൻ്റെ? അല്ലെങ്കിൽ ആരാണ്? അല്ല, അതിൽ ഓരോ ഘട്ടത്തിലുണ്ടാകുന്നതാണല്ലോ. ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ AKG ആയിരുന്നു വലിയ ഒരു പ്രചോദന ശക്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹമായിട്ട് നല്ല ബന്ധത്തിലായി, നല്ല ബന്ധങ്ങൾ വന്നു. അങ്ങനെ പാർട്ടിയിൽ തന്നെ നല്ല നിലയിൽ ബന്ധപ്പെടുന്ന നില വന്നു. പിന്നെ അവരൊക്കെ ഒരു അധികായന്മാരാണല്ലോ. AKG EMS എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അധികായന്മാരാണ്. അവരൊക്കെ ഒരു റോൾ മോഡൽസ് ആയിരുന്നു. അതിനോടൊക്കെ നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. ഈ പ്രളയവും കോവിഡും പോലുള്ള മഹാദുരന്തങ്ങൾ വന്നപ്പോൾ കേരളം ശ്രദ്ധിച്ചത് അങ്ങയുടെ വാക്കുകൾ ആയിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഉള്ളിൽ ആദ്യമായി കഴിഞ്ഞ ജനങ്ങളിൽ ഇത്രയധികം ആത്മവിശ്വാസം പകരാൻ അങ്ങേക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? ഇത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്ന കാര്യമല്ല. എന്നിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു കഴിവ് അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാനൊരു സാധാരണക്കാരൻ, ഒരു സാധാരണ നിലയിൽ ഉള്ളൊരു ആളെന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മറ്റു തരത്തിലെടുത്താൽ പല സമുന്നത വ്യക്തികൾക്കുമുള്ള തരത്തിലുള്ള വലിയ ഉയർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ഭൗതിക ശേഷി അതൊന്നും ഉള്ള ഒരാളല്ല ഞാനൊരു സാധാരണക്കാരനെന്ന മട്ടിൽ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും പ്രായോഗികമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ വിഷമം അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളൊരു നില. സാധാരണക്കാരനായി നിൽക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അത് അങ്ങേക്ക് സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനങ്ങളോട് പറയുക. അപ്പോൾ അത് ജനങ്ങൾ നല്ല നിലക്ക് എടുത്തല്ലോ, എത്ര നല്ല മനസ്സോടെയാണ് സ്വീകരിച്ചത്. ഇപ്പം സാധാരണ നിലക്ക് ആ ഘട്ടത്തിൽ നമ്മൾ മനുഷ്യരുടെ കാര്യം പറയും. ആ ഘട്ടത്തിൽ ഞാനൊരു ദിവസം പറഞ്ഞു, നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങളോട് പറയായിരുന്നല്ലോ. നമ്മൾ കുടുംബത്തിൽ പറയുന്നത് പോലെ
ജനങ്ങളോട് പറയുന്ന നിലയായിരുന്നു ഞാൻ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു ഒരു ദിവസം പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം കിട്ടാത്ത പട്ടികൾ, മറ്റ് മൃഗങ്ങൾ, കുരങ്ങന്മാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കണം ഈ സമയത്ത്. അത് വലിയ തോതിൽ സ്വീകരിച്ചല്ലോ ആളുകൾ. അതിലൊക്കെയാണ് നമുക്ക് വലിയ സന്തോഷം തോന്നുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഉടനെ അതിന് പ്രതികരണം ഉണ്ടായി. അതേപോലെ തന്നെ കാർഷിക രംഗം, ഇത് നമുക്ക് വലിയ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു പോകുമെന്ന് ശങ്കിക്കണം. കാരണം കോവിഡ് എത്രയാണ് നീണ്ടു നിൽക്കാൻ അറിയില്ലല്ലോ. അല്ലാത്ത പ്രയാസം വന്നാൽ നമ്മൾ ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകുമെന്നുള്ള ശങ്കയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടുപറമ്പിൽ ആവശ്യമായ കൃഷി ചെയ്യണമെന്നൊരു ദിവസം പറഞ്ഞു. അത് പറഞ്ഞ് കേൾക്കേണ്ട താമസം ചിലർ ഉടനെ മൺവെട്ടിയൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യാൻ പുറപ്പെട്ടല്ലോ. അതൊക്കെ ഒരു നല്ല ആവേശകരമായ കാര്യമല്ലേ. അപ്പോൾ അന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്.